ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുലൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ് നമ്മൾ ചിലവഴിക്കണം. നമ്മുടെ വീട് എന്നും നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം തന്നെ നമുക്ക് ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നമുക്ക് വീടിൻ്റെ മൊത്തം മാറാല, അതായത് വണ്ണാമ്പല മൊത്തമായിട്ടൊന്ന് അടിച്ച് കളയാം. അപ്പോൾ ആകെ 10 മിനിറ്റ് മാത്രമേ ഇതിന് മൊത്തമായിട്ട് വേണ്ടൂ. വീട് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു മാറാല അടിച്ച് കളഞ്ഞ ടൈമിന് 10 മിനിറ്റ് പോലും വേണ്ട വരില്ല. അപ്പം 1 വീക്കിൽ ഈ ഒരു ഡേ ഇതിനായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒരു മന്താകുമ്പോൾ ഫുൾ ക്ലീൻ ആക്കുമ്പം അത്ര വലിയ കച്ചറയൊന്നും നമ്മുടെ ഈ ഒരു വീട്ടിലുണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് ക്ലീൻ ആക്കുന്ന ടൈമിന് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫാനിൻ്റെ പൊടിയും കൂടി ഒന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പം അതുപോലെ ഞാൻ ഡെയിലി അടിച്ചു വരും, ഒന്നിടവിട്ടിട്ടാണ് തുടക്കില്ല. അപ്പോൾ ഈ ഒരു വണ്ണാമ്പലം മൊത്തമായിട്ട് അടിച്ച് കളഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ജസ്റ്റ് താഴെ അടിച്ചു വാരി എടുക്കാം. അങ്ങനെ നമ്മുടെ തിങ്കളാഴ്ചത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ചൊവ്വാഴ്ച നമ്മുടെ വീടിൻ്റെ ജനലും വാതിലും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. പൊടിയൊക്കെ ഇതുപോലെ തട്ടിക്കളഞ്ഞതിന് ശേഷം തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എന്തായാലും ജനൽ റോഡ് സൈഡൊക്കെ വീടാണെങ്കിൽ എന്തായാലും ഫുള്ളായിട്ട് പൊടി ഉണ്ടാകും ജനലിനും വാതിലിനൊക്കെ. അപ്പം ഈ ഒരു ദിവസം ഇതിനായിട്ട് നമുക്ക് ചിലവഴിക്കാം. അപ്പം നന്നായിട്ട് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് മൊത്തമായിട്ട് ഒന്ന് എല്ലാം തുടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് കോട്ടൺ തുണി കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ. അപ്പം ആ ഒരു ഡേ നമുക്കൊരു 10 മിനിറ്റ് ഇതിനായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ജനലും വാതിലൊക്കെ എന്നും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വാതിലും ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. വാതിൽ തുടക്കുന്ന ടൈമിൽ നമ്മുടെ തുണിക്ക് നല്ല വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, വാതിൽ പെട്ടെന്ന് മോശമായി പോകും. അങ്ങനെ നമ്മുടെ ചൊവ്വാഴ്ചത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ബുധനാഴ്ചത്തെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ബുധനാഴ്ച ദിവസം നമുക്ക് നമ്മുടെ ഈ ഒരു സോഫ, കട്ടില അതൊക്കെ വലിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. സാധാരണ ഡെയിലി നമ്മൾ ക്ലീൻ ആക്കുന്ന ടൈമിന് ഈ ഒരു സോഫ, കട്ടിലിൻ്റെ അടി അതൊന്നും വലിച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കൂലല്ലോ. നമ്മൾ ഡെയിലി ഇങ്ങനെ അടിച്ചു വാരി ജസ്റ്റ് തുടക്കുക അങ്ങനെയല്ലേ ചെയ്യൽ. അപ്പോൾ സോഫേൻ്റെ അടിയിലൊക്കെ പിള്ളേർ മിഠായിയൊക്കെ തിന്നിട്ട് എന്തായാലും കടലാസൊക്കെ ഇടും. അപ്പം ഈ ഒരു ഡേ ഇതിനായിട്ട് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും. പിന്നെ 1 മന്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വലിയ കച്ചറൊന്നും സോഫേൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സോഫയ്ക്ക് ഇതുപോലെ വലിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് നമുക്ക് അടിച്ചു വാരി പൊടി, അപ്പോൾ സോഫേൻ്റെ ബാക്കിലുള്ള പൊടിയൊക്കെ നമുക്കൊന്ന് തട്ടിക്കളഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ട് നമുക്കത് അങ്ങോട്ടേക്ക് തന്നെ മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സോഫയൊക്കെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മളെ ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് കച്ചറൊക്കെ ഇങ്ങോട്ടേക്ക് അടിച്ചെടുക്കാം. കാരണം കട്ടിലിൻ്റെ അടിയിലും ഇതുപോലെ ഡെയിലി നമ്മൾ കട്ടിലിൻ്റെ അടിയിലൊന്നും അടിക്കൂല. അതുപോലെ തന്നെ ഇതുപോലെ ടീപ്പോയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചിട്ട് ഡെയിലി എന്തായാലും അടിക്കൂല. അപ്പോൾ അതൊക്കെ ഈ ഒരു വീക്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങോട്ട് വലിച്ച് വെച്ചിട്ട് ഈ ഒരു ഡേ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആക്കിയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ടീപ്പോയിൻ്റെ ഗ്ലാസ്സൊക്കെ ആ ഒരു ടൈമിന് തന്നെ നമുക്ക് തുടച്ചു കൊടുക്കാം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കട്ടിലിൻ്റെ സൈഡിലൊക്കെയുള്ള പൊടിയൊക്കെ നമുക്കിങ്ങനെ തട്ടിയെടുത്തിട്ട് ഒന്ന് ക്ലീനാക്കാം. അതായത് നമ്മുടെ കട്ടിൽ, സോഫ ഇതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ക്ലീനാക്കലാണ് ഈ ഒരു ബുധനാഴ്ചത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം വ്യാഴവും വെള്ളിയും നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിനായിട്ട് കൊടുക്കാം കേട്ടോ. 2 കിച്ചനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡേ കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊന്ന് ക്ലീനായി കിട്ടില്ല. അപ്പം വ്യാഴാഴ്ചയും കുറച്ച് സമയം ചിലവാക്കാം, അതുപോലെ വെള്ളിയാഴ്ചയും കുറച്ച് സമയം ചിലവാക്കാം. അപ്പം വ്യാഴാഴ്ച ദിവസം നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ കിച്ചണിലെ ടൈലൊക്കെ ഒന്ന് ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ഡെയിലി തുടക്കുന്നതാണ്, പക്ഷെ മൊത്തമായിട്ട് ഒന്ന് എല്ലാം വലിച്ചിട്ട് ക്ലീൻ ആക്കേണ്ടത് ഈ ഒരു ഡേ ആണ് ചെയ്യാം. ആഴ്ചക്ക് ഒരു ഡേ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീനായി കിട്ടും. അപ്പം ഞാൻ ആദ്യം
ടൈലൊക്കെ ചുമരൊക്കെ തുടച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ നമ്മുടെ ഈ ഓവണ് അതുപോലെ മിക്സി ഗ്രൈൻഡർ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിയൊക്കെ നമുക്ക് ഈ ഒരു ഡേ വൃത്തിയാക്കിയെടുക്കാം. കാരണം നമ്മൾ ഡെയിലി എന്തായാലും കൗണ്ടർ ടോപ്പ് തുടക്കുന്നതല്ലാണ്ട് ഈ മിക്സി ഗ്രൈൻഡർ അതുപോലെ തന്നെ ഓവണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിച്ചിട്ട് ഡെയിലി ഒന്നും എന്തായാലും തുടക്കില്ല. അപ്പം വീക്കിലി ആ ഒരു ഡേ നമ്മളിങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഓവൻ്റെ ബാക്കിലൊന്നും അങ്ങനെ കച്ചറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ ഓവൻ്റെ മേലെ ഒരു ചെറിയ എമർജൻസി ഉണ്ട്, അതുപോലെ രണ്ട് പാത്രങ്ങളും ഉണ്ട്. എടുക്കാത്ത ബോക്സാണ് കേട്ടോ അതൊക്കെ ഞാൻ ഈ ഒരു ടൈമിന് തുടച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെക്കും. അതുപോലെ തന്നെ ഞാൻ ഈ ഗ്രൈൻഡറും അധികം യൂസ് ചെയ്യലൊന്നുമില്ല, എപ്പോഴെങ്കിലും മാത്രമേ നമ്മൾ ഈ ഗ്രൈൻഡറിൽ അരക്കൂലും. അപ്പോൾ അതിലൊക്കെ മൊത്തമായിട്ട് പൊടി ഉണ്ടാവും. എപ്പോൾ മിക്സിയിൽ മാത്രം അരക്കുന്നതല്ലാണ്ട് ഗ്രൈൻഡർ എപ്പോഴെങ്കിലും മാത്രമേ എടുക്കൂലൂ. അപ്പോൾ ആ പൊടിയൊക്കെ ഈ ഒരു ഡേ നമുക്ക് നന്നായി തുടച്ചിട്ട് ഒന്ന് ക്ലീനാക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പോഞ്ച് ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം നമുക്കിതുപോലെ കോട്ടൺ തുണി കൊണ്ടൊക്കെ തുടച്ചെടുക്കാം. അപ്പം ഡെയിലി നമ്മളിത് തുടക്കുന്നതാണ്, എന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ എല്ലാം വലിച്ച് വെച്ച് തുടച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിക്സീൻ്റെ ജാറൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഡേ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഹാൻഡ് വാഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ടൈമിന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാനൈറ്റ് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. വേറെ ലിക്വിഡൊന്നും നമ്മുടെ ഈ ഒരു ഗ്രാനൈറ്റിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്, കാരണം അതിൻ്റെ ആ ഒരു ഷൈനിങ് അപ്പം നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലുള്ള നമ്മുടെ കബോർഡും അതൊക്കെ ഈ ഒരു ഡേ നമുക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡേ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിന് നെക്സ്റ്റ് ഡേ നമ്മുടെ മറ്റേ 2 കിച്ചൺ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കിച്ചണ് ആ ഒരു ഡേ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്ലാസ് കപ്പ് അതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചണിലല്ലേ വെക്കൽ, ആ ഒരു കിച്ചണിൽ അതൊക്കെ ഈ ഒരു ഡേ നമുക്ക് മൊത്തമായിട്ട് എടുത്ത് ക്ലീൻ ആക്കി എടുക്കാം. അതായത് വെള്ളിയാഴ്ച ദിവസം മൊത്തമായിട്ട് എടുത്തൊന്ന് എല്ലാം ക്ലീനാക്കി അവിടെ തന്നെ തുടച്ച് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫിലുള്ള നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഉപ്പ് അതൊക്കെ നമുക്ക് ഈ ഒരു ഡേ ഒന്ന് വലിച്ച് വെച്ച് മൊത്തമായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പം നല്ല വൃത്തി ഉണ്ടാവും ഈ നമ്മുടെ ഈ ഒരു കിച്ചൻ്റെ അൾമാറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ അൾമാറേൻ്റെ ഉള്ളിൽ നമ്മൾ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ നൂറ്റുന്ന വെഴുക്കൊക്കെ എന്തായാലും ഉണ്ടാവും അൾമാറേൻ്റെ ഈ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു 1 വീക്കിൽ ഈ ഒരു ഡേ തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക ആ ഒരു വെഴുവെഴുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മൊത്തമായിട്ടൊന്ന് വലിച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇനി ശനിയാഴ്ച ദിവസം നമുക്ക് ബാത്റൂം ക്ലീനിങ്ങിനായിട്ട് പോവാം. അപ്പം ബാത്റൂം നമ്മൾ ഡെയിലി കഴുകുന്നതായിരിക്കും ബാത്റൂം, പക്ഷെ നമ്മൾ ഇതിൻ്റെ ചുമര് അതൊന്നും നമ്മൾ ഡെയിലി കഴുകില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഡേ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ബാത്റൂം ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി കൊടുക്കാം. കാരണം നമ്മൾ കുളിക്കുന്ന ടൈമിന് നമ്മുടെ ആ ഒരു ചുമരിൻ്റെ സ്ഥലത്തൊക്കെ നന്നായിട്ട് കച്ചറൊക്കെ തെറിക്കും. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ഡേ അത് മൊത്തമായിട്ടൊന്ന് ക്ലീനാക്കി. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് വെക്കുന്ന സ്റ്റാൻഡ് ഗ്ലാസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡേ നമുക്ക് ക്ലീനാക്കി എടുക്കാം. അപ്പം നമ്മളെ വീട്ടിൽ 2-3 ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 10 മിനിറ്റ് ചിലവാക്കിയാൽ മതി ആ ഒരു ഡേ. അപ്പം നമ്മുടെ 3 ബാത്റൂമും ഇതുപോലെ നന്നായിട്ട് ക്ലീനാക്കി നമുക്ക് കിട്ടും.
അങ്ങനെ നമ്മുടെ ശനിയാഴ്ചത്തെ ബാത്റൂം ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് ഞായറാഴ്ചത്തെ പരിപാടിയിലേക്ക് പോവാം. അപ്പം ഞായറാഴ്ച നമുക്ക് എല്ലാ ബെഡ്ഷീറ്റും ഒന്ന് അലക്കാനെടുക്കാം. കാരണം ആഴ്ചക്ക് ഒരു ദിവസം നമ്മൾ എല്ലാ ബെഡ്ഷീറ്റും ഒന്നിച്ചൊന്ന് അലക്കി കഴിഞ്ഞാൽ അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാ ബെഡ്ഷീറ്റും ഈ ഒരു ദിവസം നമുക്ക് എടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് അലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഡേയിലെ പരിപാടിയുടെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട് എന്നും നല്ലൊരു ക്ലീനിങ് ഉണ്ടാവും. അത്ര ബാനയില്ലാണ്ട് നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കാനും പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ, ഇൻഷാ അല്ലാ.